ബഹിരാകാശ പര്യവേഷണത്തിന്റെ കാര്യത്തിൽ ലോകത്തെ നിർണായക ശക്തികളിൽ ഒന്നായി മാറിയ ഇന്ത്യ ആ യാത്ര ആരംഭിച്ചത് ആര്യഭട്ടയിൽ നിന്നുമാണ്. ഇന്ത്യൻ ബഹിരാകാശ ദൗത്യത്തിന്റെ നാഴികക്കല്ലായി മാറിയ ആര്യഭട്ട വിക്ഷേപിച്ചിട്ട് ഇന്നേക്ക് 50 വർഷം. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം പഴയ സോവിയറ്റ് രാഷ്ട്രത്തിന്റെ മണ്ണിൽ നിന്നും കുതിച്ചു പൊങ്ങിയിട്ട് ഏപ്രിൽ 19-ന് 50 വർഷം പൂർത്തിയായി. ഉടുപ്പി രാമചന്ദ്ര റാവുവിന്റെ നേതൃത്വത്തിൽ ISRO ആര്യഭട്ടയെ രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതും ഇന്ത്യയിൽ വെച്ച് തന്നെ ആയിരുന്നു. പിന്നീട് 1975 ഏപ്രിൽ 19-ന് റഷ്യയിലെ കപ്പൂസ്റ്റിൻ യാറിൽ നിന്ന് സോവിയറ്റ് കോസ്മോസ് 3M എന്ന റഷ്യൻ റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക്. പ്രശസ്ത ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്ന ആര്യഭട്ടയുടെ പേരാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിന് പേര് നൽകിയത്. എന്നാൽ ആര്യഭട്ട എന്നത് ഉൾപ്പെടെ 3 പേരുകളായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ നിർദ്ദേശിക്കപ്പെട്ടത്. മൈത്രി, ജവഹർ എന്നിവയായിരുന്നു മറ്റ് 2 എണ്ണം. ഒടുവിൽ ആര്യഭട്ടയുടെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവെന്നറിയപ്പെടുന്ന വിക്രം സാരാഭായി ആണ് UR റാവു എന്ന ശാസ്ത്രജ്ഞനോട് ഇന്ത്യയിൽ തദ്ദേശീയമായ ഒരു സാറ്റലൈറ്റ് വികസിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത്. ലോകത്തെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1 വിക്ഷേപിച്ചതിന് 18 വർഷങ്ങൾക്ക് ശേഷമാണ് ആര്യഭട്ടയുടെ വിക്ഷേപണം. അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ കപ്പൂസ്റ്റിൻ യാർ എന്ന വിക്ഷേപണ കേന്ദ്രത്തിൽ വെച്ച് 360 കിലോഗ്രാം ഭാരമുള്ള കോസ്മോസ് 3M എന്ന വിക്ഷേപണ വാഹനത്തിലാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്. ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ 1972-ൽ ഒപ്പുവെച്ച കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മിഷൻ നടന്നത്. സോവിയറ്റ് യൂണിയന്റെ കപ്പലുകൾ ട്രാക്ക് ചെയ്യാനായി ഇന്ത്യൻ പോർട്ടുകൾ ഉപയോഗിക്കാമെന്നും പകരം ഇന്ത്യൻ സാറ്റലൈറ്റുകൾ സോവിയറ്റ് യൂണിയൻ വിക്ഷേപിക്കുമെന്നുമായിരുന്നു ധാരണ. ഈ പദ്ധതിക്ക് ആകെ 3.5 കോടി രൂപ ചെലവായി. ഏകദേശം 30 മാസക്കാലയളവ് കൊണ്ടാണ് ആര്യഭട്ടയുടെ നിർമ്മാണം പൂർത്തിയായത്. എന്നാൽ വെറും 5 ദിവസം മാത്രമാണ് ആര്യഭട്ട പ്രവർത്തിച്ചത്. തുടർന്ന് ഇലക്ട്രിക്കൽ പവർ സിസ്റ്റത്തിന്റെ തകരാറ് മൂലം ആര്യഭട്ടയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ബംഗളൂരുവിൽ ഒരു ശുചിമുറി പുനർനിർമ്മിച്ചാണ് ഉപഗ്രഹത്തിന്റെ ഡാറ്റ സ്വീകരണ കേന്ദ്രം തയ്യാറാക്കിയതെന്ന വാർത്ത കൗതുകത്തോടെയാണ് നമ്മൾ കേട്ടത്. ഒപ്പം ചരിത്രപരമായ ഒരു നേട്ടം റിസർവ് ബാങ്കും ആഘോഷിച്ചു. 1976-നും 1997-നും ഇടയിൽ ഇന്ത്യൻ 2 രൂപ നോട്ടുകളുടെ പുറകിൽ ഉപഗ്രഹത്തിന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടു. ആര്യഭട്ട ഒരു സമ്പൂർണ്ണ വിജയമായിരിക്കില്ല. എന്നിരുന്നാലും ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ബഹിരാകാശ പദ്ധതി എന്ന നിലയിൽ ആര്യഭട്ട എന്നും ലോക ബഹിരാകാശ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെട്ടു.